ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. കറക്റ്റ് ഗുഡ് മോർണിംഗ് ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിരാത്രി ഇതേത് നോക്കട്ടെ, പാതിരാത്രി 1 മണിക്ക് ഞാൻ എൻ്റെ വിഷ്ണുവിൻ്റെ പൂത്തുറക്കത്തിൽ ഇരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ ആരെങ്കിലും കാണിച്ച് ശ്രദ്ധിക്കുക. നമ്മളെവിടെ പോകണം വിഷ്ണു? നമ്മള് എയർപോർട്ടിൽ പോകണം. നമ്മളെവിടെ ഉള്ള ഒരു ചേച്ചിക്ക് ഒട്ടും വയ്യ. അങ്ങനെ ആ ചേച്ചിയെ നാട്ടിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്കങ്ങനെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇതേ കണക്ക് വ്ളോഗ് എടുക്കാൻ കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോഴാണ് ദൈവത്തിനെ പോലെ വിഷ്ണു വന്നത്. ഇന്നൊരു സ്ഥലത്ത് പോകണം, എന്തുവാണ് ഇന്നൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല വ്ളോഗ് എടുക്കും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരന്മാരല്ലേ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാറുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം എന്താ പറയുക, എല്ലാം നല്ല ശ്രവൺ കുറച്ച് വരെ വെച്ച് കഴിഞ്ഞാൽ ഇവനും ക്യാമറ ബിഹൈൻഡ് ദ സ്ക്രീൻ ഭയങ്കര ആക്റ്റീവാണ്. നമ്മളെക്കാട്ടും മൂത്തതായതുകൊണ്ട് ഒരു ചെറുക്കന് ഒത്തിരി വിവരം വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ ക്യാമറ ഓണാക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, വാ തുറന്നാൽ തന്തക്കേ വിളിക്കൂ. ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ക്യാമറ ഓണാക്കുമ്പോൾ ഇവന്മാരെല്ലാം ഭയങ്കര രീതിയിൽ എന്താ പറയുക, ഇൻട്രോവേർട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഇൻട്രോവേർട്ടും ഇവന്മാരൊക്കെ എക്സ്ട്രോവേർട്ടുമാണ്. ക്യാമറ തുറക്കുമ്പോൾ തിരിക്കും. ഇവന്മാരാരും ക്യാമറ നോക്കി മിണ്ടേ സംസാരിക്കുകയൊന്നുമില്ല. അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, നമ്മൾ വിളിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ഒരു ചേച്ചി, നമ്മളിവിടെ താഴത്തെ റൂമിലുള്ള ഒരു ചേച്ചി, നമ്മളുടെ അടുത്ത് ഭയങ്കര കൂട്ടായ ആ മലയാളി ചേച്ചിക്ക് വയ്യോട്ടും വയ്യ. അങ്ങനെ ആ ചേച്ചി നാട്ടിലോട്ട് പറന്നു പോവുകയാണ്. അപ്പം ആ ചേച്ചിയെ എവിടെയാണ് കൊണ്ടുവിടാൻ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. ഫ്ലൈറ്റ് 4:30 എന്തുവാണ്. ഇവിടെ നിന്ന് ഊബർ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് ഇറങ്ങി ആ ഒരു കണക്കിനാണ് നമ്മളിവിടെ 1 മണിക്ക് റെഡി ആയിട്ട് നിൽക്കുന്നത്. റെഡി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ പി ജിയിൽ ഒരു പട്ടിക്കുട്ട കിടന്നുറങ്ങും. പട്ടിക്ക് പോലും വേണ്ട, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ രാത്രി വന്നിരിക്കണം. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കിടന്നു. അവൻ വിളിക്കാൻ പോയിട്ടുണ്ട്. അവൻ വിളിക്കാൻ പോയി ചേച്ചി വിളിച്ചുണർത്തിയിട്ട് നമ്മളിപ്പോൾ പോകാനെന്തോ ഫ്ലൈറ്റ് ഒന്നും മിസ്സാക്കൂല. നമ്മളെങ്ങനെയെങ്കിലും കാര്യം രാത്രിയല്ലേ, അതുകൊണ്ട് നേരത്തെ എത്തുമായിരിക്കും. പക്ഷെ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. നമ്മളിങ്ങോട്ട് വന്നത് ഓൾമോസ്റ്റ് 2 മണി 3 മണി ആക്കണം. അല്ലേടാ, അന്ന് നമ്മൾ എത്ര കഴിഞ്ഞില്ലേ? നമ്മൾ അന്ന് എത്ര മണിക്ക് ഇവിടെ വന്നടാ? 2 മണി 3 നോക്കിയില്ലേ? നാട്ടുകാരൊക്കെ കൊട്ടിയോ. ഞാൻ ഇവൻ്റെ അടുത്ത് പറയായിരുന്നു, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാർത്തിക് സൂര്യയൊക്കെ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ല, ഒന്നാമത് ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരല്ല, ഈ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് കണക്ക് ഒരു സെറ്റപ്പാണ്, ഒരു സ്റ്റേ. അവിടെയുള്ള ആൾക്കാർ ഹിന്ദി അറിഞ്ഞുകൂടാതെ തന്നെ ഇവനെ ഒന്ന് അടിച്ചു പഠിക്കും. കണ്ട കാലം കഴിഞ്ഞ അപ്പൂപ്പന്മാരെ കണക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ബൈ ദ വേ ഗൈസ്, ഇതാണ് നമ്മുടെ വൗതി ഇല്ലാത്ത സ്റ്റേ. നമ്മൾ ഇവിടെയാണ് ഡൽഹിയിൽ, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ പയ്യന്മാരെല്ലാം ഇവിടെ താഴെ വിഷ്ണുവിൻ്റെയൊക്കെ റൂം, മണ്ടയിൽ എൻ്റെയും അവന്മാരെ റൂം, പിന്നെ അപ്പുറത്തൊരു പി ജി ഉണ്ട്. പി ജിയിലാണ് നമ്മുടെ കെവിൻ ഷാജി ആൻഡ് ടീംസ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഇതിൻ്റെ താഴെ തന്നെ നമ്മുടെ ചേച്ചിമാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെൺപിള്ളേരൊക്കെ അങ്ങ് ഹോസ്റ്റലിലാണ്. ഇതൊക്കെയാണ് സംഭവം. എനിക്ക് കുറച്ച് പ്ലാനുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഡെയിലി ഞാൻ ഒന്നോ രണ്ടോ ഷോർട്ട് വീഡിയോ. എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വീഡിയോ പെർ ഡേ ആണ്. പക്ഷെ ഞാൻ അത് കൂട്ടിയിട്ട് അങ്ങോട്ട് കൂടുന്നില്ല. ഞാൻ അതിന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ചേച്ചിയെ കൊണ്ടുവിടാൻ പോണതും പിന്നെ ചേച്ചി വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ചേച്ചിക്ക് ബില്ലിംഗ് ആണോ ഇല്ലെന്ന് അറിഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, ആൾക്കാർ ബില്ലിംഗ് ആണോ ഇല്ലേ, അല്ലാതെ മറ്റേ എല്ലാവരും വ്ളോഗ് കൊണ്ട് കയറി കണക്കിനെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്താണ് എടുക്കൂല. എനിക്ക് അതൊക്കെ മാറ്റണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഉണ്ട് ഇവന്മാരെ കണക്ക് ക്യാമറ നോക്കാനല്ല, എനിക്ക് ഈ സാധനം തൂക്കി പിടിച്ചോണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്തൊരു വിചാരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കണം. ആൾക്കാർ എന്തൊരു വിചാരിച്ചാലും അവർ വിചാരിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ അവരൊന്നും അല്ലല്ലോ എനിക്ക് വേണം എൻ്റെ അച്ഛനും അമ്മയും. അതേ കണക്ക് തന്നെ എന്തുവാണ്, ഇതെൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കും. എന്നിട്ട് നാട്ടുകാർ ഇടയിൽ ഇറങ്ങും. പക്ഷേ ഒരു 100 തവണ ഇപ്പം പോലും വീഡിയോ എടുക്കണ കാര്യം ഒരു 100 തവണ ആലോചിച്ചായിരുന്നു. എന്നിട്ട് ഇത് ഇടുവോ ഇല്ലേന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇടും. ഞാൻ വിഷ്ണുവിൻ്റെ ഇടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തുവാണ് ചേച്ചി റെഡി ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം.
പോണ വീഡിയോ ഒക്കെ എടുത്ത്. പക്ഷെ ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ ഉറക്കപ്പിച്ചിലാണ് ഞാൻ. വീഡിയോ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലല്ലേ ഇരുന്ന്. ചേച്ചി പാവം എന്തുവാണ് ഒട്ടും വയ്യ. അതുകൊണ്ട് പിന്നെ ഞാനും ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെ ഈ തെണ്ടി നാളെ എവിടെ പോകുന്നത്? നാളെ സ്റ്റേഡിയത്തിൽ പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ അത് ഞങ്ങൾക്ക് കണ്ടന്റ് ആക്കാം എന്ന് വിചാരിച്ച്. പിന്നെന്തിനാണ് പിന്നെ നമ്മളൊരു ഓട്ടോ ഒരു കാറുകാരെ നമ്മളെ വലിപ്പിക്കാൻ നോക്കി. ഇവന്മാര് നമ്മൾ മര്യാദയ്ക്ക് അവിടെ നിന്ന് റാപ്പിഡോ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോ എത്ര രൂപ കാണിച്ചത് അതിന്റെ ഫോണിൽ? 635 രൂപ കാണിച്ച്. അപ്പൊ അവൻ വന്ന് നമ്മുടെ അടുത്ത് കേട്ട് നിങ്ങൾക്ക് എവിടെ പോകാനാണ്, ആ പൈസക്ക് കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി കയറി. ഇവിടെ എത്തിയപ്പോ അവൻ 650 ഒറ്റ ട്രിപ്പിന് പിറകല്ല പറഞ്ഞ ഒറ്റ ട്രിപ്പിന് അവ എമൗണ്ട് കൂട്ടി. എത്ര പറഞ്ഞടാ? 750. പിന്നെ വിഷ്ണു നിയന്ത്രണം സെറ്റാക്കി. ആ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോ വിഷ്ണുവും ചേച്ചിയും കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ ഇരിക്കണം അതിന്റെ അകത്ത്. എന്നെ കൊണ്ട് പോയാൻ അങ്ങേര്. പിന്നെ എനിക്ക് പിന്നെ അത് പറയാൻ പോലും അറിയണം. ഒന്നും മിണ്ടിയില്ല. ഞാൻ മറ്റേ സിനിമയിലൊക്കെ കാണും കണക്ക് മറ്റേ പൈയും കൂട്ടി ഇറങ്ങി നടന്നു. അവൻ എത്ര ആണെന്ന്? പിന്നെ മെയിൻ സാധനം മറ്റേ കർണാടകയിലൊന്നും ഇപ്പൊ UP എടുക്കൂലല്ല. അതുകൊണ്ട് അതേ കണക്കുള്ള ഒരു പരിപാടി ഇവിടെ ഇറക്കും. പറഞ്ഞേട്ടാ, നിങ്ങൾ പൈസ ഇതിൽ ചെയ്തോ, ബാക്കി പൈസ അയാൾക്ക് കൈ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 650 രൂപ തന്നാൽ മതി. ഇല്ല എന്തുവാണ് പൈസ ആയിട്ട് ഗൂഗിൾ പേയിലാണെങ്കിൽ അതിന് 100 രൂപ എക്സ്ട്രാ കൊടുക്കണം. എന്നിട്ട് സെന്റിമെന്റൽ ഡയലോഗ് എന്തിനു പിടിക്കുമെന്ന് അവന്റെ MCP ടാക്സ് എന്താണ് എന്തോ MCP. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വെറും നമുക്ക് 300 രൂപയുള്ളൂ. 300 സംതിങ് ആയുള്ളൂ. 340 എന്തോ. അതിന്റെ ഇരട്ടി കൊടുത്ത് നമ്മൾ വന്നതും പോരാ. ഇനി അവന് MCP പിടിക്കും പോലും. എന്നിട്ട് പറയാണ് അപ്പൊ പറഞ്ഞു അവിടെ നിന്ന് കയറിയപ്പോ അവൻ പറഞ്ഞത് കേട്ടാടാ മേരെ ഗാഡി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ പറയണ് മീൻസ് ആ പുള്ളിക്കാരൻ പറയണ് എന്തുവാണ് കമ്പനി വാല വഡി ഹേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ സാലറി കട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ. ശരിതാ നിഷ്കരണം അവൻ. ഒന്നും കൂടെ പറഞ്ഞിട്ട് പോടാ. ശരി വേണ്ട സ്ഥലമുണ്ട്, വാ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തിന് എന്തുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കി. പറ്റിയില്ല. ഞാനാണെങ്കിൽ സത്യം പറയാല്ലേ, ഞാനാണെങ്കിൽ ആ കാശ് കൊടുത്തിട്ട് വന്നേനെ. വിഷ്ണു ഉള്ളതുകൊണ്ട് പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ ആൾക്കാരത് ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര എനിക്കൊരു വലിയൊരു എന്താ പറയാ നെഗറ്റീവാണ്. എനിക്ക് ആൾക്കാരത് ബാർഗെയിൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. സോ ഇതാണ് നമ്മളെ റൂമിലോട്ട് കയറി പോണ വഴി. ഇപ്പൊ ഏകദേശം സമയം എത്ര മണിയായി ഇപ്പൊ പറഞ്ഞത്? സമയം കാണുന്നില്ല. ഏകദേശം ഒരു 2-2:30 ആയി കാണും. എന്തോ ഞാൻ സാധാരണ ഈ സമയത്തൊക്കെയാണ് ഉറങ്ങാറ്. ഞാൻ ഇതിനു മുന്നേ 2-3 ഷോർട്സ് വീഡിയോ ഒക്കെ ഇവിടെ ഇട്ടായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് കാണണം. പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ അത്ര പോലും എനിക്ക് വ്യൂസ് കിട്ടൂല. അപ്പൊ ഇത്രയൊക്കെ വേണ്ട, ശരിയാവൂല. എന്ത് ചെയ്യാന്ന് പറയാ സർജറി എന്നിട്ട് അതിനെല്ലാം അറിയാമോ? ഹാർട്ടിന്റെ വാൾവുകൾ പറയടാ. എന്താണ് ഹാർട്ടിന്റെ വാൾവ്? ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട്. 4 പഠിപ്പ്. ഇതാണ് നമ്മളിപ്പോ എത്ര മണിയാടാ വിഷ്ണു? 11:30. ഇതാണ് നമ്മളെ രാവിലെ. നമ്മൾ ഇന്നലെ എയർപോർട്ടിൽ പോയിട്ട് എന്തുവാണ് ഓൾമോസ്റ്റ് 2-2:30 ആയപ്പോ എത്തി. കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഉറക്കം എണീക്കണത് 8 മണിക്കാണ്. ഇപ്പൊ ഉറക്കം എണീക്കുക. ഇപ്പൊ അതിന് മുന്നേ ഉറക്കം എണീച്ച് തന്നെ വിളിച്ചോണത്തി. ഇതാണ് നമ്മുടെ മാമൻ. മാമാ ഇപ്പൊ എന്റെ അടുത്ത് എനിക്ക് വാക്ക് തന്ന് പറ്റിച്ച സുഹൃത്തുക്കളെ. എന്താണ് എനിക്ക് വാക്ക് തന്ന? ഇവ ക്യാമറയുടെ മുന്നിലൊക്കെ ആക്റ്റീവ് ആയിരിക്കും, നിന്നെ ഞാൻ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യും, എനർജി തരും എന്നൊക്കെ പറഞ്ഞു. പറ ഇനി എന്താ? നമ്മൾ എങ്ങോട്ട് പോകണം മാമ? നമ്മൾ സ്റ്റേഡിയം കാണാൻ വേണ്ടി പോകണം. അവിടെ എന്താണ് പ്രത്യേകത? ഇവനാണ് നമ്മളെ മാമൻ. കൂട്ടത്തിൽ പ്രായം കൂടിയ കിളവനാണെങ്കിലും ഇവനാണ് ഭയങ്കര കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യണ ഇവനാണ്. മെമ്മറീസ് ഉണ്ടാ
ഇതൊക്കെ ഒരു മെമ്മറീസ് ആണ്. നീ ആലോചിച്ച് നോക്ക്, നീ അവസാനം പാവയിൽ കല്യാണം എസ് ബിയുടെ ബ്രാഞ്ച് അവിടെ എഴുതിയിരിക്കണ ബൈ ദ ബൈ ദോ അങ്ങ്. അതാ ഇവിടെ എവിടെയാണ് നമ്മളെ ഹോസ്പിറ്റൽ, ഇവിടെയാണ് നമ്മൾ പണിയെടുക്കണത്. അല്ല പണിയെടുക്കണല്ലേ, എന്തൊരു പണി? എത്ര രൂപ ഒരു മാസം? അതിന് ഈ പണിയെടുക്കണുണ്ടോ? എന്താണ് നിന്റെ ഈ നമ്മൾ 5 മാസം കൊണ്ട് ഡൽഹിയിലുണ്ട്, ഡൽഹിയിലല്ല ഗുരുഗ്രാമിലുണ്ട്. മോസ്റ്റ് പ്രോബബിളി നീ എന്തൊക്കെ വാക്ക് പഠിച്ചു ഹിന്ദിയിൽ? പൈസ അടുത്ത ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പഠിച്ച വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി ദീദി, സോറി പയ്യ, വീണ്ടും സോറി സർ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കാണിക്കുന്നതെല്ലാം പൊട്ടത്തരങ്ങളായിരുന്നു വന്ന സമയത്ത്. അപ്പൊ കുറച്ച് ഇമ്പ്രൂവ് ആയി, എങ്കിലും വന്ന സമയത്ത് ഫുള്ള് പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും കാണിക്കണം. പേഷ്യന്റിനെയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കൂല, പോയി പേഷ്യന്റിനെയൊക്കെ എടുത്തുകൊണ്ട് വരും. പിന്നെയാണ് അറിയണ പേഷ്യന്റിനെ പാർട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല. ബൈ ഞാൻ നിൽക്കണം, ഞാൻ ഒരു കാത്ലാബ് ഇന്ത്യൻ നഴ്സാണ്. അല്ലേ, ഇന്ത്യൻ അല്ലേ? ഇവൻ ICU വാലയാണ്. ICU വാല, നീ വാർഡ് വാല. അപ്പൊ എനിക്ക് വന്ന സമയത്തൊക്കെ ഇപ്പൊ ഇല്ല, വന്ന സമയത്ത് പേഷ്യന്റ് റിസീവിങ്ങിനൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു. അവിടെ ചെന്ന് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ? ചോദിക്കാനാണെങ്കിൽ ഒരു കുന്തം അറിഞ്ഞും കൂടാ. അതിനിടയിൽ ഒരു കിടിലൻ സംഭവം സംഭവിച്ചു. ഞാൻ ഈ മലയാളം സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു ഹിന്ദിക്കാരെ അപ്പൂപ്പായി നമ്മുടെ ഇന്ത്യൻ പാകിസ്ഥാനും കൂടെ അടി കിടക്കുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരനെ റിസീവ് ചെയ്യാൻ പോയി. ആലോചിച്ച് വെക്കണം, പുള്ളിക്കാരൻ ഹാർട്ടിൽ 2 ബ്ലോക്ക് ഉണ്ട്. ഞാൻ PTC ചെയ്യാൻ വേണ്ടി വിളിച്ചു. അങ്ങേരെ മറ്റേ ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ വിൻ ചെയ്തല്ലോ, ആ ഒരു ഇതില് ഹൈപ്പിൽ നിന്നപ്പോഴാണ് ഞാൻ ചെന്ന് മലയാളമൊക്കെ പറഞ്ഞ്, മലയാളത്തില്ല ഇംഗ്ലീഷ് പറഞ്ഞ്. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് തിരിച്ച് ഇംഗ്ലീഷിൽ കേട്ടു, നിനക്ക് എന്ത് ഹിന്ദി അറിഞ്ഞുകൂടെ നേട്ടം? ഞാൻ അറിഞ്ഞൂടെ, എങ്ങനെ കേരള എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ എടുത്ത വാക്കിൽ എൻ്റെ അടുത്ത് കേട്ടോ, നീ എന്തോ അഫ്ഗാനിസ്ഥാനിക്കാരാണ്. അങ്ങനത്തെ കുറെ വകതിരിവും വേർതിരിവും ഒക്കെ ഇവിടെയുള്ള തെണ്ടിയൊക്കെ ഉണ്ട്. തെണ്ടികളെ നേരെ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, നമ്മളും ഇന്ത്യയിൽ തന്നെയാണ്, നമ്മളെ ലാംഗ്വേജ് ഇതായാലും നമ്മളെ കുഴപ്പമില്ല. ഈ ഹിന്ദി യൂണിവേഴ്സൽ ഹിന്ദി നമ്മളെ രാഷ്ട്രഭാഷ നല്ലതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ മറ്റേ ശശി തരൂർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദി പഠിക്കാത്തത്. ഹിന്ദി അറിഞ്ഞുകൂടാത്തൊരു പോരായ്മ തന്നെയാണ്. എങ്കിലും ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമല്ലോ, പട്ടിക്കളവായി. അയ്യോ പാവം. പിന്നെന്തോന്നു, ഇതാണ് സ്റ്റേഡിയത്തിന്റെ എൻട്രി. മാമ പറ 2 വാക്ക് സ്റ്റേഡിയത്തിനെ പറ്റി. വിജൃംഭിച്ച സ്റ്റേഡിയം. അകത്ത് കയറ്റി വിടുവോ? ശരി ഗൈസ്, അകത്ത് കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോലീസൊക്കെ ഇരിക്കണം. ഇങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇവിടെ പറഞ്ഞ ഇതിന്റെ അകത്ത് ബസ്. ഇതാണ് KSRTC ബസ്. പക്ഷെ KSRTC അല്ല, ഹരിയാന RTC ബസ്സാണെന്ന് തോന്നണം കേട്ടാ ഇത്. ഇതാണ് എവിടെ നിന്ന് കാണാല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിന്റെ മുഖത്താണ്. ഇതെന്തൊരു കോളേജാണ്ടാ, ഇതെന്തൊരു കോളേജാണ്ടാ. പരിപാടി വെച്ചിട്ടുണ്ടോ? അതാണ് നമ്മളെ കോളേജിൽ നിൽക്കണല്ലേ. പക്ഷെ നമ്മളെ കോളേജിൽ ഇതിന്റെ 140p ആണ്. നേരെയുള്ള വഴി പോയാ പോരെ? അതാണ് വഴി, അങ്ങോട്ടെത്തണം. ഇല്ലെങ്കിൽ ചുമ്മാ കണ്ടിട്ട്. എനിക്ക് തോന്നണേടാ, നമ്മളെ നാട്ടിലെ എന്തൊരു കല്യാണത്തിനൊക്കെ മറ്റേ സംഭവം സെറ്റാക്കൂലേ, KSRTC ബസ് സെറ്റാക്കൂലേ, അതേ കണക്ക് എന്തെങ്കിലും ആയിരിക്കും. അടി കിട്ടാടാ, അത് ഇവിടെ പൊളിഞ്ഞു കിടക്കണേണ്ടാ. അത് അടി കിട്ടൂടാ. അതിക്രമിച്ച് കയറുകയാണ് സുഹൃത്തുക്കളെ ഇവന്മാര്. ഇവിടെയൊന്നും ആരും കളിക്കൂലടാ. പക്ഷെ നീ നോക്കും, മൊത്തം പുല്ല് പിടിച്ച് കിടക്കുന്നു.
ഈ കിളിയുടെ പേരെന്തിരുന്നറിയാമോടാ? ഇത് ഇവിടെ ഒരുപാടുണ്ടടേ ഈ സാമാനങ്ങൾക്ക്. മെഡാണ്ടയിലുള്ള സാമാനങ്ങൾക്കൊന്നും ഇതിനെ വലിയ പേടിയൊന്നുമില്ല മനുഷ്യന്മാര്. ചുമ്മാ സൈഡിൽ കൂടെ ഒക്കെ പോണാണ്. കല്ലെടുത്തെറിഞ്ഞ് പിടിച്ച വന്യ സംസ്ഥാന കേസിൽ ഇവനെ അകത്താക്കണം. ഇത് KSRTC അല്ലേ, ഷട്ടിൽ ബസ്സാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കണം. എന്റെ ഒരു നിഗമനം വെച്ച് മിക്കവാറും എന്തുവാണ് സ്റ്റേഡിയത്തിന്റെ അത് നമ്മളെ കേട്ടില്ല. അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ നിർത്തേണ്ടി വരും. രണ്ടിലേതെങ്കിലും ഒന്നും സംഭവിക്കും. സ്റ്റേഡിയത്തിനെ പറ്റി 2 വാക്ക് പറയാമോ? എന്താണ്? അപ്പൊ നമ്മൾ സ്റ്റേഡിയം കണ്ടിട്ട് വരാം. ആ കാണുന്ന മൂതുക്ക് ബിൽഡിങ് അതല്ലേ നമ്മളെ മെതാന്ത. ആ കാണുന്ന മൂതുക്ക് ബിൽഡിംഗ് ആണ് നമ്മളെ മെതാന്ത. അപ്പൊ നമ്മൾ സ്റ്റേഡിയം കണ്ടു. ഇതിലല്ലേ പറഞ്ഞ ഷഫീർ? കണ്ട ഓണ്ടർ കണ്ട ചേട്ടാ? അവന്മാരൊക്കെ ഇവിടെ ഹോസ്റ്റൽ എങ്ങാണ്ട് അവന്മാരൊക്കെ ഇവിടെ നിക്കണവന്മാരായിരിക്കും. അവിടെ ഹോസ്റ്റൽ ഉണ്ടെന്ന് തോന്നണല്ലേ? ഇവിടെ ഹോസ്റ്റൽ ഉണ്ട്. ഇവിടെ ഹോസ്റ്റൽ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോസ്റ്റൽ. ഹോസ്റ്റലാണ് ഹോട്ടലാണ്? ഹോസ്റ്റൽ. അതെ, അതിസാഹസികമായി നമ്മൾ പോയതുപോലെ തിരിച്ചു വരുവാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തിന്റെ എക്സാമാടാ? CET കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടക്കുകയാണ്. ഹരിയാന ഗവൺമെന്റിന്റെ എന്തോ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് ഇഷ്ടം പോലെ നോർമൽ വണ്ടികൾ. ആൾക്കാർ നമുക്ക് വിഷയമില്ല. പക്ഷെ അവിടെ ചെന്ന് 11 ഹിന്ദി ബാത്തി ഇപ്പൊ എന്തിനു പറഞ്ഞിട്ട് വന്ന വഴി പൊക്ക വൈകിട്ട് വരല്ലേ? വൈകിട്ടല്ല, നാളെ വന്നാ മതി എന്ന് പറഞ്ഞു. വൈകിട്ടല്ല, വരണ്ട, അല്ല വൈകിട്ട് വരണ്ട, നാളെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ നമ്മുടെ നാട്ടിലെ എൻട്രൻസ് ടെസ്റ്റ് കണക്ക് എന്തോ നടക്കുന്നുണ്ട്. എൻട്രൻസ് എന്ന് വെച്ചാൽ ഫിസിക്കലൊക്കെ എടുക്കണം എന്തോ പരിപാടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും മുതുക്ക് സ്റ്റേഡിയത്തിലൊന്നും നടത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്തോ ഇവിടെ ഗേറ്റ് അടച്ച്. അയ്യോ, ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പോണ്ടേ? നിനക്ക് ബിരിയാണി ഉണ്ട്? നീ അതിൽ തൂങ്ങിയില്ലേ? നാളെ തിങ്കളാഴ്ചയല്ലേ? എനിക്ക് ഇവന് മോർണിംഗ് ആണ്. അതെന്താ? മാമല്ല, പക്ഷെ നീ വൃത്തിയോടെ പറയല്ലേ മാമൻ. എന്റെ ഇൻചാർജ് വരെ എന്റെ അടുത്ത് പറഞ്ഞടാ, നീ രാവിലെ നേരത്തെ എണീക്കത്തില്ല, ഉച്ചക്ക് വന്നാ മതി. പിന്നെ 8 മണിക്ക് ഷിഫ്റ്റ് ഉള്ള അവിടെ കേറണത് 10 മണിക്കാണ്. എന്നിട്ട് പിടിക്കണത് ഈ പാവ എന്നെ. ഈ തെണ്ടി കാരണം എന്നെ ഒരു നഴ്സിംഗ് ഓഫീസറെ കൊണ്ടിട്ട് കൊന്ന് അവസാന നിമിഷം പറയണ് അത് അവനല്ല മാം, ഞാനാണെന്ന്. എന്തിനാ കോട്ടും ചതി എന്റെ അടുത്ത് ചെയ്ത വഞ്ചക? ഒരു 4 ഇതെന്താ അടുത്തെന്തോ കെട്ടണുണ്ട് കേട്ടോ. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ആണെന്ന് തോന്നണ്ട. അത് തന്നെടാ സ്വിമ്മിംഗ് പൂളടാ. അടിയിൽ ഡെപ്ത് കണ്ടാ? അത് ഡൈവിംഗ് പൂള് തന്നെ അല്ലടാ. അത് ഡൈവിംഗ് പൂളടാ. ഇത് സ്വിമ്മിംഗ് പൂൾ. ഇതിന്റെ നടുക്ക് ഇതല്ല, ഇത് ഈ ഒരു സൈഡ് ഇതേ കണക്ക് അപ്പുറത്ത് ഒരു ആർച്ചുണ്ട്. അതിന്റെ അവിടെയാണ് കുഴി. പ്രെഡിക്റ്റ് ചെയ്യാലോ. അങ്ങനെ നമ്മൾ അതിസാഹസികമായിട്ട് എന്ത് ചെയ്ത് ഇവൻ വള്ളി തൂങ്ങി. ഇവ ശരിക്കും എന്തിനാണ് വന്നേന്നറിയാമോ? അന്ന് ലവൻ വള്ളി തൂങ്ങി. ഇന്ന് എനിക്ക് അതെങ്ങനെയെങ്കിലും അതിൽ മാസ്റ്റർ ആവണമെന്ന് ഞാൻ വന്നതാണ്. അവൻ വള്ളി തൂങ്ങി. നമുക്ക് ഹിന്ദി അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് എന്തിനൊക്കെ പറഞ്ഞ് അവന്മാര് പുറത്താക്കി. ഹിന്ദി എടാ ഇതെന്താ ട്രാൻസ്ലേറ്റ് ചെയ്തടാ? ജനനായകൻ, ജനങ്ങളുടെ നായകൻ. എടാ ഇത് ആരോ ആണ്ട, വലിയ ആരോ ആണ് പ്രധാനമന്ത്രി എന്നൊക്കെ വായിക്കും. അപ്പൊ ഇത് പ്രധാനമന്ത്രിയുടെ ഇതാവണോണ്ട് എടാ അവിടെ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നുണ്ട്. നമുക്കപ്പോ എടാ അവിടെ ആൾക്കാരെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടാ. അപ്പൊ ശരി, ബൈ. അതെ,
നമ്മളവിടെ പോലീസ് പിടിച്ച് അല്ലേ? പോലീസ് പിടിച്ച് നമ്മളവിടെ പോലീസ് പിടിച്ച്. പക്ഷേ നൈസ് മച്ചു. ആദ്യം പേടിച്ചു പോയി, സത്യം പറയാല്ല ഞാൻ പേടിച്ചു പോയി. ഇതിന്റെ അകത്ത് എൻട്രി ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ അകത്ത് എൻട്രി ഇല്ലെന്ന്. സംഭവം എന്ന് വെച്ചാൽ എൻട്രി ഇല്ലാതെ അകത്ത് കയറിപ്പോയി. നിങ്ങൾ ഏത് വഴി പോയി, എന്തിനു പോയി എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്തെന്ന് കേട്ടപ്പോ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കളിക്കാൻ പോയതാണെന്ന്. ഇവ ഹാൻഡിൽ ചെയ്ത് ഫുട്ബോൾ കളിക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പുള്ളിക്കാരൻ നമ്മളെ നിർത്തി സെൽഫി എടുത്ത് എന്തിനായിരിക്കും? ഇവന്റെ അടുത്ത് എന്തിനാ പറഞ്ഞ ഇവിടെ കള്ളന്മാരൊക്കെ ഉണ്ടെന്ന് അങ്ങനെ എന്തിനാ പറഞ്ഞില്ലേ? അവിടെ കളവുള്ളതാണ് സൂക്ഷിക്കണം. ഇത് നമ്മള് കള്ളന്മാരാണെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ ഇല്ലേ? there is a must probability. എന്നാലും നമ്മളെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരന്റെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, ചോദിക്കാനുള്ളായിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ കൂടെ നമ്മളെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പുള്ളിയുടെ അടുത്ത് ചോദിക്കാനുള്ളായിരുന്നു എന്തുവാണ് വ്ളോഗ് എടുത്തോട്ടാന്ന്. അതിനുള്ള ഹിന്ദി എനിക്ക് അറിഞ്ഞൂടെ സുഹൃത്തുക്കളെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മൾ തിരിച്ചു പോണ വഴി. ഒരു രസമില്ല. ഷഫീർ എന്തൊക്കെയാടാ നിന്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞ? പറ. ഷഫീർ അപ്പൊ ഒരു ആക്ഷൻ ഒക്കെ കാണിച്ചു. ഫുട്ബോൾ പറ. നമ്മള് പേടിച്ചു അവരെ കാണിക്കരുത്. ഞാൻ പേടിച്ചത് കാണിച്ച്. പിന്നെ നീ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ടോണ്ടാണ് ഞാനും ചിരിച്ചു കളിച്ച് സംസാരിച്ചു. പേര് ചോദിച്ച് വിഷ്ണു ഹിന്ദു ആണോ? വിഷ്ണു എന്നുള്ള ഹിന്ദു അല്ലേ? എന്റെ പേര് കേട്ടിരുന്നെങ്കിൽ പിന്നെ പറയാം. കാര്യം എന്ന് വെച്ചാൽ എന്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, എനിക്ക് പിവൈന്ന് പേരുള്ള റീസൺ എന്തെങ്കിലും അറിയാമോ? എന്റെ ക്ലാസ്സിൽ അഭിനന്ദ് ദേബി, അഭിനന്ദ് PY, അഭിനന്ദ് ദസ്. മനസ്സിലായോ? അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഒരു പയ്യൻ ക്രിസ്ത്യനായിരുന്നു. എന്നാ എന്തോ അതേ കണക്കൊക്കെ എടുക്കണം. അപ്പൊ ഷഫീർ എന്താണ് നമുക്ക് വാങ്ങിച്ചു തരാൻ പോണത്? ചായ. ഇവരെത്ര വരെ കൊണ്ടുവന്നതിന് ഞങ്ങക്ക് ചായ. ചായ മാമ, ചായ മാമ, ചായ. ശരി മേടിക്ക്. മേടിച്ചോ? ഇവിടെ നിന്ന് കിട്ടൂല. നമുക്ക് വിഷ്ണു സിഗരറ്റ് വലിക്കുന്ന അവിടെ പോയി ചായ വയ്ക്കാം. എന്റെ കയ്യിൽ ഫോണില്ല കേട്ടോ. നിങ്ങൾ വേണം എല്ലാ കാര്യങ്ങളും. എടാ എന്തൊരു ടോക്കണാ. എന്റെ കയ്യിൽ 5 രൂപ. 10 രൂപയായി. പറ. എന്റെ കയ്യിൽ ഫോണേ ഇല്ല. പിന്നെ ഞാൻ എന്തോ എടുത്ത് കൊടുക്കും? ഇങ്ങോട്ട് ഫോൺ കൊണ്ടുവച്ചിട്ട് കണ്ടന്റിന് വേണ്ടി ഞാൻ ഇറങ്ങി എന്റെ വിലപ്പെട്ട മനസ്സിലായ എന്റെ കണ്ടന്റിന് വേണ്ടി അവൻ സാക്രിഫൈസ് ചെയ്ത്. എന്നിട്ട് എന്റെ ക്യാമറ ഓൺ ആക്കുമ്പോ അവൻ വായും കൂട്ടി മിണ്ടാതി. എടാ അങ്ങേര് ഫോട്ടോ എടുത്ത് എന്തിനാന്നറിയാം? അങ്ങേര് പറഞ്ഞു ഈ പയ്യൻ നല്ല കിടിലം പയ്യനാണെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാ ഞാൻ ഭാവിയിൽ ഒരു കിടിലം ബ്ലോഗർ ആവുമെന്ന് എല്ലാവർക്കും അറിയാം. നിനക്കൊഴിച്ച് ഇല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെ എന്തിനാ പറഞ്ഞില്ലേ? എന്തെന്ന് പറഞ്ഞു? ഞാൻ നടുക്കിക്കണ എന്നെ ചൂടി കള്ളനാണോ പറഞ്ഞിട്ട് കണ്ട ഒരു കള്ള ലക്ഷണമുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞേന്. പക്ഷെ പുള്ളി വേറെന്തിനാ പറഞ്ഞു. ചായ വാങ്ങിച്ചു തരുമോ? വിഷ്ണു ഫണ്ട് അറേഞ്ച് ചെയ്യും. നിങ്ങളാണ് തെറ്റുണ്ടോ? എടാ ചേച്ചി വിളിച്ചേക്കട ഫണ്ട്. ഫണ്ട് ചേച്ചി. ഏത് ചേച്ചി? ചേച്ചി. അവള് വീട്ടിലിരിക്കണ വെറുതെ. ആരെങ്കിലും വിളിച്ച് ചോദിക്കടാ. തിരിച്ചു വരുമ്പോ ഷഫീർ ഇട്ട് വരുമോന്ന് പറഞ്ഞ. ചന്ദ്രനെ വിളി. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവള് തരൂല. നീ വിളി. എടി വിശന്നിട്ടാടി. പോലീസ് പിടിച്ചെന്ന് പറയാം. ഇറക്കാൻ പറ്റില്ല. വ്ളോഗ് എടുക്കാൻ പോയി അവനെ പോലീസ് പിടിച്ചെന്ന്. നിന്നെ അവൾക്ക് പേടിയാണ്. അല്ലല്ല നിർത്തി പിടിച്ചു നോക്കണായിരുന്നു എല്ലാണ്ടും കൂടി. എന്റെ ദൈവമേ. മറ്റേ ലവള കാര്യമാണ് പറയണത്. ഞാൻ അന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തില്ലേ ഭാഗ്യം. അവളെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഇവനെ ശരിക്കും പറയാം, ഇവനെ ഭയങ്കര ബദ്ധരായിരുന്നു. ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ അടുത്ത് മിണ്ടല്ലെന്ന്. പക്ഷെ ആള് പാവമാണ് കേട്ടാ. ഈ കാണുന്നത് പോലെ ഒന്നും അല്ല. പാവപ്പെട്ട് ഹൃദയം എവിടെ? പിഞ്ച് ഹൃദയത്തിന്റെ മുഖം നോക്കട്ടെ. നമ്മള് എന്താ പറയാ, എനിക്കൊരു അഴുക്ക ശീലമുണ്ട്. ഞാൻ ആരെങ്കിലും ഒക്കെ ഒരു അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ നിന്നെ അങ്ങനെ പറഞ്ഞു. ഓക്കെ, എന്റെ കോളേജിൽ വന്നപ്പം എന്റെ ഫസ്റ്റ് കമ്പനി ആരായിരുന്നറിയോ? ആരാണെന്നറിയാമോ? സാജയ്. ശ്രീകുട്ട സായ. എന്റെ രണ്ടാമത്തെ കമ്പനി ഇവനായിരുന്നു. നമ്മൾ ഓൺലൈനിൽ കൂടെ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. യൂണിക് ഡിഗ്രിനെ ഓർമ്മയുണ്ടോ മോനെ? എനിക്ക് ഓർമ്മ.
നമ്മള് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 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 എനിക്ക് ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിപ്പോയി. സത്യം പറയാല്ല, നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ പാവത്തിന്റെ. പക്ഷെ ഇവൻ പാവല്ലേ നീ എവിടെ? ഇത് നമ്മളെ ഹോസ്പിറ്റൽ. ആ കാണുന്ന അതിഭയങ്കരമായ കാണിക്കണില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കളവനെ പറ്റി കുറ്റം പറഞ്ഞാൽ ഇനി എങ്ങാണ്ടും ആ കളവൻ വല്ലതും കണ്ടാലേ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടോടാ കളവൻ. ഒരു മാസത്തിനകത്ത് എന്റെ വീഡിയോ ഇവിടെ ഉള്ള ആരെങ്കിലും കണ്ടാലാ? ആരെങ്കിലും കണ്ടാലാ? കളവനെ പറ്റി അങ്ങനെ പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, എന്നാ കളവൻ എന്ത് പുള്ളിക്കാരെ എന്തുവാണ് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തുവാണ് എന്തൊരു അയാൾ എന്നെ നല്ല രീതിയിൽ ചൊറഞ്ഞു. നിനക്ക് എന്ത് ഹിന്ദി പറഞ്ഞൂടെ? നീ എന്തുവാണ് എന്തരാണെന്ന് താലിബാനാ അങ്ങനെ എന്തരാ അങ്ങേര് പറഞ്ഞടേ? അത് കേട്ടപ്പോ എനിക്ക് പൊളിഞ്ഞു. എന്നിട്ട് അങ്ങേരായിട്ട് നീ ഹിന്ദുസ്ഥാനി അല്ലേ കേട്ടപ്പോ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു. ആ കളവന് വീണ്ടും പൊളിഞ്ഞു. ഇതേ കണക്ക് കുറെ ക്രിമി കീടങ്ങളുണ്ട് അവന്മാർക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളെ ലാംഗ്വേജ് വേറെ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇംഗ്ലീഷ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞാൽ അത് മാൻഡറേറ്ററി ഒന്നുമില്ല. അതേ കണക്ക് തന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദിയും എന്തോന്നാണ് കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതെന്ന് കേട്ടാലും ആ സ്ഥാനം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ഈ ഹിന്ദി സംസാരിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ വേറെ സ്ഥലങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഞാൻ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ ഒരു പെണ്ണും പിള്ള ഒരു പാവം മാമി ചായ വിൽക്കുവാണ്. പക്ഷെ അവർക്ക് ഹിന്ദി അറിയാവും. അപ്പൊ മഹാരാഷ്ട്ര മുംബൈയിലുള്ള ആൾക്കാർ മുംബൈയിലുള്ള ആൾക്കാർ പറഞ്ഞ് നീ അവരെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ നിനക്ക് അതൊക്കെ ശരിക്കും ശുദ്ധ. നമുക്ക് പാവം ഗാന്ധിജി കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം വാങ്ങിച്ചു വെച്ചാൽ ഇതേ കണക്കുള്ള പറയണത് കേട്ട് ജീവിക്കാനാണോ? ആണോ? അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കും. പിന്നെ പഠിച്ചു വെക്കണം, ലാംഗ്വേജ് നമ്മൾ പഠിച്ചു വെക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ബാരിയർ വരാതിരിക്കാൻ വേണ്ടി പഠിച്ചു വെക്കണം. പക്ഷെ അതിന്റെ നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മളെ വേറെ രാജ്യക്കാരനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ സ്പീക്ക് ചെയ്യണത് എന്തുവാണ്? മലയാളമാണ്. ആൻഡ് സംഹൗ വി ആർ ലിറ്റിൽ ബിറ്റ് എന്താണ് ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്, റൈറ്റ്? ഫ്ലുവൻ്റൊന്നുമല്ല, പക്ഷെ എങ്ങനെയെങ്കിലും നമ്മൾ പറഞ്ഞു നിൽക്കും. ഇതാണ് നമ്മളെ മുതുപ്പ് ഹോസ്പിറ്റൽ. കണ്ട, ഇവിടെയാണ് ഞാൻ 11 പിന്നെ നമ്മളെ റൂമിലുള്ള ബാക്കി എല്ലാവരും വർക്ക് ചെയ്യണത്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഈ ഹോസ്പിറ്റലിന്റെ കാര്യം പറയാം. അടിപൊളി ഹോസ്പിറ്റലാണ്. അത്യാവശ്യം കിടിലം ഹോസ്പിറ്റലാണ്. വർക്കിംഗ് എൻവയോൺമെന്റും കാര്യങ്ങളും എല്ലാം കിടിലുമാണ്. സ്റ്റാഫുകളും കിടിലുമാണ്. ഇവിടെ BYD ഞാൻ പെട്ടെന്ന് ടെസ്റ്റിലാണെന്ന് വിചാരിച്ചു ഗൈസ്. എന്താണ് വർക്കിംഗ് എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ കിടിലുമാണ്. എനിക്കിഷ്ടമാണ് ഈ സ്ഥലം. പിന്നെ ഇപ്പൊ ഞാൻ ഹിന്ദി പഠിച്ച് വരണുണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ആകെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കളവൻ്റെ നിന്ന് കിട്ടിയതുള്ളൂ. അതെനിക്കൊരുപാട് വിഷമമായി അങ്ങനെ ഒരുമാതിരി അങ്ങനെ ചോദിച്ചത്. അല്ലാതെ ഈ ഹോസ്പിറ്റലിൽ കിടലുമാണ്. നമുക്ക് തന്നിട്ടുള്ള മെന്റർ കിടലുമാണ്. മൊത്തത്തില് അവര് നമുക്ക് എന്താണ് പണിയനുസരിച്ച് കാശ് തരുന്നുണ്ട്. ഒരുപാട് പഠിക്കാൻ പറ്റി. 4 വർഷത്തില് എന്താണ് എന്തൊക്കെയോ കാര്യങ്ങള് നമ്മൾ ഈ തിയററ്റിക്കലി പഠിക്കണതല്ലാതെ അതേ കണക്ക് തന്നെ നമ്മുടെ കോളേജിൽ നമുക്ക് വേറെ സ്ഥലത്തോട്ടൊക്കെ നമുക്ക് എന്താണ് നമുക്ക് വേറെ സ്ഥലത്തോട്ടൊക്കെ പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട്. അവിടെയും പഠിക്കാൻ പറ്റി. ഇവിടെ അവര് നല്ല രീതിയിൽ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് കണ്ടെങ്കിൽ ഇവിടെ നമ്മളെ കാണുന്നത് ഒരു സ്റ്റാഫായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. വിഷ്ണു, നീ ചായക്കുള്ള വകുപ്പ് ഏതാ? നീ വിളിക്കുന്നത് ആളെ വിളി. വിളി. വിളിച്ചില്ല, ഇനി സംസാരിച്ചു. ഇതെന്താ കാണിക്കുന്നത്? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. റോഡിൽ കൂടെ ഇതെന്താ ഇത്? വെള്ളം കൂടി റോഡിൽ കൂടെ തോടൊഴുകും ഇവിടെ. ആ രീതിയിലാണ് ഇവിടെ. അല്ലടാ, വൃത്തിയായിട്ട്. ഇത് ഇവിടെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് അപ്പുറത്ത് പോകണമായിരിക്കും ബെറ്റർ. നമുക്ക് താമസിക്കാനുള്ള സ്ഥലം കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ താമസിക്കുന്നത്.
ഭയങ്കര വൃത്തിയായിട്ട സ്ഥലമാണ്. ഇങ്ങനെയാണോ നമ്മളപ്പുറത്തോട്ട് പോണ? അതുവഴി ഒരു വഴിയുണ്ട്. മാമൻ പോയി. അതെ, വിഷ്ണു കടക്കുകയാണ്. പറ മാമൻ പോയടാ. അതെ, ലോങ് ജമ്പിൽ ചാമ്പ്യനായ വിഷ്ണു. നമ്മുടെ ജാർസയുടെ കുഴപ്പം ഇതാണ്. എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലെ കണക്ക് എന്തുവാണ്, മഴ പെയ്തിട്ട് നല്ല വെള്ളമല്ല പറഞ്ഞത്, ഓട വെള്ളമാണ് ഗൈസ് വരുന്നത്. ഓട വെള്ളം, വൃത്തിയുടെ വെള്ളം കണ്ട. നടന്നു പോണ വെയിലും. മാമൻ കുറേ നേരം മുന്നേ പോയതാണ് കേട്ടോ റോഡ് വെട്ടി. കൃഷ്ണ എങ്ങനെയുണ്ട് കൃഷ്ണ ഇവിടുത്തെ റോഡ്? വൃത്തിയായിട്ടല്ലേ നമ്മളെ കാല് വേണം. നമ്മുടെ നാട്ടിൽ ഇതിനും കിടിലായിട്ടുള്ള റോഡുകൾ. ഇതിനും കിടിലായിട്ടില്ല, എന്തായാലും ഇതിനെക്കാട്ടും കിടിലുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വെള്ളം, മഴ പെയ്താൽ വെള്ളം കയറും, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കൊക്കെ ചെയ്യും. പക്ഷെ ഇതേ കണക്ക് സിവേജ് വെള്ളം ഞങ്ങൾ ചില വണ്ടി. അതിനിടയിൽ ഓരോരുത്തന്മാർ റോഡിൻ്റെ നടുക്കാണ് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടായത്. ചേട്ടാ ഗ്യാപ് തരണേ, പാല് കാരണം അടിച്ചേറ്റി കൊണ്ട് പോയാലേ എടാ. രക്ഷപ്പെട്ടു. അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഇവന്മാർ റോഡിൻ്റെ നടുക്കാണ് വണ്ടി കൊണ്ട് കുത്തി കയറ്റണം. വേണ്ടിയത് ഭാഗ്യം എടാ കാണിച്ചാട്ടാ ലൈസ്. ഭാഗ്യം നിന്റെ പൈസക്ക് കാണിച്ച ലൈസാണ് കേട്ടോ അത്. അതൊക്കെ നിങ്ങളൊന്ന് കാണണം. പറ്റുമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അത്ര പോലും എനിക്ക് വ്യൂസ് കിട്ടൂല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്താണ് മറ്റേ കാർത്തിക് സൂര്യ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ ബൈ.